ഇവിടെ ഇരിക്കും. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിരിക്കുന്നേട്ടാ. അമ്മ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. അമ്മയോട് പൊയ്ക്കോളാനല്ലേ പറഞ്ഞത്? ചേച്ചി പൊയ്ക്കോ, ഏട്ടന് ഞാൻ വിളമ്പി കൊടുത്തോളാം. ഏട്ടൻ എന്റെ ഏട്ടത്തെമ്മയും കൂടെ കൊണ്ടുവരാതിരുന്നേ. എന്താ ശ്യാമേത്, നീ ഒന്ന് പോയേ. ഓരോരോ വിശേഷങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇത്തിരി നേരം ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്നോട്ടെ ചേച്ചി. കുറെ നാളായില്ലേ ഏട്ടൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. ആദ്യം അർജുൻ ചേട്ടൻ ആഹാരം കഴിക്കട്ടെ, എന്നിട്ടാവാം വിശേഷം ചോദിക്കലൊക്കെ. പോയേ, പോവാൻ. മതി മതി. കഴിക്ക്, വയറ് പൊട്ടാതെ വിടില്ല എന്നിവിടെന്ന്. 3 ചായക്കടക്കാരികളിലെ പെങ്ങന്മാര്, ബോണസ് ആയിട്ട് ഒരമ്മ. അല്ല, ഇവിടെ ഏതോ ഗുണ്ടകളൊന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ, അതെന്താ സംഗതി? പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത് സത്യം. അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യണം. എങ്ങനെ ഡീൽ ചെയ്യാന്ന്? സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാന്നോ അതോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാന്നോ? അമ്മയുടെ സമ്മതമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അർജുനേട്ടാ. ഇടയ്ക്കൊക്കെ ആ പാവത്തെ പ്രകോപിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും പറയുമെന്നേ ഉള്ളൂ. അവര് രണ്ടുപേരെയും പോലെ തന്നെ അമ്മ കുട്ടിയാ ഞാനും. മറ്റുള്ളവരുടെ അടുത്തൊന്നും ബലം പിടിക്കുന്നേ ഉള്ളൂ. അതെനിക്കറിയില്ലേ. ഏതായാലും അവരങ്ങനെ വിട്ടാ പറ്റില്ല ശാലിനി. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് തോന്നിയാ വീണ്ടും വീണ്ടും ഇതേ പ്രശ്നം ഉണ്ടാക്കും അവര്. അതാ ഗുണ്ടകളുടെയും കൊട്ടേഷൻകാരുടെയും ഒരു രീതി. നിയമത്തിന്റെ വഴിക്ക് പോകാൻ തന്നെ അർജുനേട്ട എന്റെയും തീരുമാനം. നമുക്കത് എന്ത് വേണോന്ന് ആലോചിക്കണം. വട, ഇത് ഇഡലിയുടെ കൂടെ നന്നാവും. ശാരദാമ്മയും മതി, ഇപ്പൊ തന്നെ വയറു നിറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എനിക്ക് ഏട്ടനെ കൊണ്ടൊരു കാര്യമുണ്ട്, അതിനാ ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിപ്പിച്ചത്. എന്നെ ഒരിടത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ ചേട്ടന്? അതിനെന്താ, നീ വാ, നമുക്ക് പോവാം. അല്ല, നീ എങ്ങോട്ട് പോണു? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഏട്ടാ, ഒരു മിനിറ്റ്, ഞാൻ ദാ വരുന്നു. പോയിട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മ.
നോക്കിക്കോ. കൊടുക്കുന്നുണ്ട് ഞാൻ അയാൾക്ക്. വീടൊഴിപ്പിക്കാനും ചട്ടിയും കൊല്ലം പൊട്ടിക്കാനും നോക്കിയതിന് കോടതി വരാൻ നിറങ്ങും ശ്രീ ഗോപാലകൃഷ്ണൻ. അത് ഞാൻ ഉറപ്പിച്ചതാ. എനിക്ക് ഏട്ടനെ കൊണ്ടൊരു കാര്യമുണ്ട്. അതിനാ ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിപ്പിച്ച്. എന്നെ ഒരിടത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ ചേട്ടന്? അമ്മേ, കായം തീർന്നു. കടലമാവും വാങ്ങിക്കണം. ശാന്തേച്ചിയോട് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പറയട്ടെ. അമ്മേ, അമ്മേ, എന്താ? ആ അമ്മേ, എന്തു പറ്റി അമ്മയ്ക്ക്? ഏയ് ഒന്നുമില്ല. നീ വെള്ളം കോരി കഴിഞ്ഞോ? ഇല്ലമ്മേ. എന്നാ പോയി കോരി വെക്ക്. പൈപ്പിലെ വെള്ളം ഇനി പാതിരാത്രിയല്ലേ വരൂ. അല്ലമ്മേ, കായവും കടലമാവും. നിന്നോട് പോയി വെള്ളം കോരി വെക്കാനല്ലേ പറഞ്ഞത്? പോ അങ്ങോട്ട്. ഈ വീടും ഹോട്ടലും എന്റെ 3 മക്കളും എല്ലാവരും ആപത്തിലും. ചുറ്റും ഇര തേടുന്ന കഴുകന്മാര്. എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ശാരദയ്ക്ക് മാത്രമേ പറ്റൂ. അതിനോട് ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഒരിക്കലും അരുതെന്ന് തീരുമാനിച്ച വഴി സഞ്ചരിക്കണം. അതുമാത്രമാണ് അവസാനത്തെ പോംവഴി. ഇതെവിടെ പോയി? അമ്മേ, ശാന്തേച്ചി, അമ്മ കണ്ടായിരുന്നോ? ഇല്ല മോളെ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മേ, 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 അമ്മേ. ഇല്ലേ? ഓ, അത് ശരി. ഞാൻ കരുതി. ശരിയടാ, ഞാൻ വിളിക്കാം. ശരിടാ, സാധാരണ ബ്ലേഡ് സത്യഭാമ ഒരു കാര്യം ഏറ്റെടുത്ത അപ്പൊ തന്നെ നടത്തുന്നതല്ലേ? ഇതെന്താ ശാരദാമ്മയുടെ ചായക്കട ഒഴിപ്പിക്കാൻ മാത്രം ഇത്രയും ലാഗ്? എന്നമ്മോ, ശാരദാമ്മ. ചേച്ചി,
ചേച്ചി ശ്ശേ, എവിടെ പോയി കിടക്കുന്നു ചേച്ചി? ശ്ശേ, ചേച്ചി എന്താടാ? ആ ചേച്ചി ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം കാണിച്ചേര്. എന്താ കാര്യം? അതൊക്കെ പറയാം, ചേച്ചി വാ. ഏ ആ ശ്ശോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ശ്ശേ, എടാ എടാ എന്താ? ദേ അങ്ങോട്ട് നോക്കി. എന്റെ അമ്മയെ ശാരദയോ? അതേ ചേച്ചി, ചേച്ചിയെ കണ്ട് ചേച്ചിയുടെ കാല് പിടിക്കാനായിട്ടാ അവര് വന്നിരിക്കുന്നത്. നമ്മൾ അവരുടെ കട ഒഴിപ്പിക്കാൻ പോവല്ലേ, ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ. അത് ശരിയാണല്ലോ. ആ എന്നാ പിന്നെ വരാൻ പറയടാ. ഇന്ന് അവളെ കൊണ്ട് സാഷ്ടാംഗം നമസ്കരിപ്പിച്ചിട്ടേ ഞാൻ വിടും. ആ. അപ്പം എങ്ങനെയാ ചേച്ചിയുടെ പ്ലാൻ? മാപ്പ് ചോദിച്ച മാപ്പ് കൊടുക്കാന്നാണോ? മാപ്പോ കോപ്പ് കൊടുക്കും ഞാൻ, ചവിട്ടി പുറത്താക്കും ഞാൻ അവളെ. ആ ഇപ്പൊ നീ ചെല്ല്, അവൾ എന്താ ചെയ്യുന്നെന്ന് നോക്ക്. ബെല്ലടിക്കുകയാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടി വേണം അങ്ങോട്ട് ചെല്ല്. ആ അത് ഞാൻ എത്തി. അമ്മേ, ഈ ത്രിസന്ധ്യ കഴിഞ്ഞ സമയത്ത് പറയാ ഞാൻ. ഇനി ഇക്കാര്യം പറഞ്ഞ് ആ വൃത്തികിട്ടവന്റെ വീട്ടുമുറ്റത്ത് എന്റെ അമ്മ കാല് ചവിട്ടിയ. ചേച്ചി ചേച്ചി എന്താടാ, എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? അവൾ എന്നെ കാണൂന്ന് പറഞ്ഞെങ്കി പുറത്തെന്റെ ചെരുപ്പ് കിടപ്പുണ്ട്. ആദ്യം അതെടുത്തോണ്ട് വരാൻ പറ അവളോട്. അല്ല ചേച്ചി, അവര് പോയി. ഏ പോയോ? ആ പടിക്കെട്ടിന് അടുത്ത് വരെ വന്നതാ, ഇങ്ങോട്ട് കാലെടുത്ത് വയ്ക്കാനും തുടങ്ങിയതാ. എന്നിട്ട് പെട്ടെന്ന് അവര് തിരിച്ചുപോയി. മാറും. സാരമില്ലടാ, അവള് പോകുന്നെങ്കി അങ്ങ് പോട്ടെ. ഏതായാലും അവൾ ഇനി പടിക്കല് വരെ എത്തിയെങ്കിൽ അതിനർത്ഥം അവിടെ ചിലത് പുകഞ്ഞു തുടങ്ങിയെന്ന. ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ ആ പുക തീയായി മാറാൻ. നീ നോക്കിക്കോ, ശാരദ നിന്ന് കത്തും ഉടൻ തന്നെ. താങ്ക്സ്. നമുക്കിടയിൽ എന്തിനാ ശാലിനി ഒരു താങ്ക്സ്? എന്നാലും ഒരെണ്ണം ഇരുന്നോട്ടെ. കുറുപ്പ് സാറിനെ ഒന്ന് മുഖം കാണിക്കുന്ന. സാറിന്റെ വീട് നമ്മുടെ സ്വന്തം വീടാ. ഇല്ല ഇല്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്. ശാലിനി പോയി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശരി ഏട്ടാ. ഓക്കെ.
കുറുപ്പ് സാറേ, സുപ്രഭാതം. ചന്ദ്രമതി, ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ഇനി ഞാൻ അടുക്കളയിലേക്ക് വരണോ ചായ എടുത്ത് കുടിക്കാൻ? ആ ശാലിനി മോളെ വാ വാ. വന്നിട്ട് കുറച്ചു നേരം ആയോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ദാ ചായ. ചൂടുണ്ട് കേട്ടോ. ചൂട് ഇത് കുടിച്ചാൽ വയറ് കത്തിപ്പോന്നില്ലല്ലോ അല്ലേ? ഒന്നിനും ഒരു നേരവും കാലവുമില്ല. ചെയ്യാമെന്ന് പറയുന്ന ഒന്നും സമയത്ത് ചെയ്യുകയില്ല. ബാക്കിയുള്ളവരിങ്ങനെ നോക്കിയിരിക്കണം. എന്താ? ഇന്നലെ വരാന്ന് പറഞ്ഞതല്ലേ? നീ വരുമെന്ന് പറഞ്ഞ് ഇന്നലെ മുഴുവൻ പടിക്കലേക്ക് കണ്ണയച്ച് നോക്കിയിരിക്കുമായിരുന്നു. നീ വരാത്തതിന്റെ ചൊരുക്ക. ആ ദേഷ്യത്തിലൊരു പങ്ക് എനിക്കും കിട്ടി. ഇവളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മളോട് കൂറുള്ളവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാവും. ശരി, ഞാൻ ഇറങ്ങും. ശാലിനി മോളെ, കുറുപ്പ് സാർ ഒരു തമാശ പറഞ്ഞതല്ലേ? അത് കേട്ട് ചിരിക്കുന്നതിന് പകരം മുഖം വീർപ്പിച്ച് തിരിച്ചു പോവാ നീ. അതും ഒരു വാക്കും വിശേഷവും ഒന്നും പറയാതെ. എന്തു പറ്റി? കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്തു പറ്റി എന്റെ മോക്ക്? സന്തോഷമായാലും സങ്കടമായാലും എനിക്ക് പങ്കുവെക്കാൻ നിങ്ങളല്ലേ ഉള്ളൂ. ആ നിങ്ങൾ കൂടി എന്നെ തള്ളി പറയുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ട? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടില്? അവര് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നും. എന്ത് പ്രശ്നം? മുകളിൽ നിന്ന് നോക്കുമ്പോ എല്ലാം ചെറുതാ. പക്ഷെ എനിക്ക് നീ തന്നിട്ടുള്ള ചുമടുകൾ ചെറുതല്ലല്ലോ ഭഗവാനെ. ഗോപാലേട്ടൻ, അങ്ങനെ ഇനി വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. മറ്റാരുടെയോ സ്വന്തമാണ് അദ്ദേഹം. അതിനുശേഷം 25 വർഷം. 25 വർഷം ചുറ്റും ശത്രുക്കൾ മാത്രമായിരുന്നു. രാപകലില്ലാതെ എല്ലാരോടും പോരാടി ഇതുവരെ പൊരുതി നിൽക്കാൻ ഭഗവാനെ നീ ത്രാണി തന്നു. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. ഭഗവാനെ, ശ്രീ വിഘ്നേശ്വരൻ, നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ.